കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ നിന്നും പരാജയപ്പെട്ട ശ്രീ KNA ഖാദർ സാഹിബിൻ്റെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇടപെട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയും CPMുമായി ഉണ്ടാക്കിയ ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ LDF വിജയിച്ചതെന്നും അങ്ങനെയാണ് BJPയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിതയുടെ നോമിനേഷൻ തള്ളപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വസ്തുതകളുമായി യാതൊരു പുലബന്ധമില്ലാത്തതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ 2 വർക്കിംഗ് കമ്മിറ്റി ചെയർമാന്മാരിൽ ഒരാളായിരുന്നു ഞാൻ. മുഴുവൻ സമയവും UDFൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. പോളിംഗ് ദിനത്തിൽ നിയോജകമണ്ഡലത്തിൻ്റെ 90% ബൂത്തുകളിലും അദ്ദേഹത്തെ അനുഗമിച്ച ആളാണ് ഞാൻ. അപ്പോഴുണ്ടായ സംഭാഷണങ്ങളിലൂടെയും ഇതിലിടയിലുണ്ടായ പ്രവർത്തനങ്ങളിലൂടെയും BJPയുമായി മുഴുവൻ ഡീലും നടത്തിയത് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരാണ്. നിവേദിതയുടെ നോമിനേഷൻ തള്ളുന്നതിന് വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏകദേശം എൻ്റെ അറിവിലൊരു 40 ലക്ഷത്തോളം രൂപ മലപ്പുറത്ത് പോയി CH റഷീദിൻ്റെ സന്തത സഹചാരി രാത്രി കൊണ്ടുവന്നിട്ടുണ്ട്. ആ പണമൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിച്ചിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 60ഓളം ബൂത്തുകളിൽ BJPക്കാർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റിയതായിട്ട് എനിക്കറിയാം. 2000-ൽ ചാവക്കാട് നഗരസഭയിൽ UDFന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അന്ന് റിബലായി കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ KK മസൂദിനെ പരാജയപ്പെടുത്തി വിജയിച്ച മടപ്പേൻ അബൂബക്കറിനെ UDFൻ്റെ പക്ഷമാക്കുന്നതിനും മുസ്ലിം ലീഗിൻ്റെ അക്കൗണ്ടിലാക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ചത് അതിനൊക്കെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ആളാണ് ഞാൻ. അതിനൊക്കെ നേതൃത്വം നൽകിയത് ശ്രീ CH റഷീദാണ്. BJPയുമായി ശ്രീ തേർലി നാരായണേട്ടനെ UDFന് പിന്തുണ നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും ശ്രീ മടപ്പേൻ അബൂബക്കറിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് വൈകുന്നേരം കൂട്ടിക്കൊണ്ടുവന്ന് രാത്രി അഞ്ചങ്ങാടിയിലെ മരണപ്പെട്ടു പോയ ഒരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി ശ്രീ PK അബൂബക്കറാജിയെ ചെയർമാനാക്കുന്നതിന് ഞാൻ പിന്തുണ നൽകുന്നു എന്നത് CH റഷീദിൻ്റെ കയ്യക്ഷരത്തിലാണ് എഴുതി മടപ്പേൻ അബൂബക്കറിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്. എക്കാലത്തും മതേതര നിലപാട് സ്വീകരിക്കുകയും RSSനെതിരായും BJPക്കെതിരായും അവരുടെ വർഗീയ നിലപാടിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി KNA ഖാദർ സാഹിബ് പോലെയുള്ള ആളുകളുടെ ഈ പ്രസ്താവന ഒരിക്കലും നീതിക്ക് നിരക്കാത്തതാണ്. മറ്റൊരു കാര്യം കൂടി, നിയമസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യത്തെ കൺവെൻഷൻ നടന്നത് ഗുരുവായൂർ അറുവമ്പെങ്കിൽ വെച്ചാണ് രാവിലെ. കൺവെൻഷൻ കഴിഞ്ഞ് OKR മണികണ്ഠനാണ് മറ്റവരുടെ സ്ഥാനാർത്ഥി ഇല്ലാത്ത സ്ഥിതിക്ക് ഇദ്ദേഹത്തെ ഗുരുവായൂർ നടക്കിൽ കൊണ്ടുപോയി തൊഴിയിപ്പിക്കുകയും അത് വിവാദമാക്കുകയൊക്കെ ചെയ്തത് BJPയുടെ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്.